ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു PSC ബിഗ്നേഴ്സ്. അപ്പോൾ നമ്മൾ ഇന്ന് വീണ്ടും ഒരു SRT ക്ലാസ്സസ് ആയിട്ടാണ് വന്നിരിക്കുന്നത്. ഇതോടെ നമ്മുടെ 5ാം ക്ലാസ്സിലെ സോഷ്യൽ, സയൻസ് എന്നീ ഭാഗങ്ങളിൽ നിന്നുള്ള എല്ലാ ചാപ്റ്റേഴ്സും തീർന്നിട്ടുണ്ട്. ഇനി അടുത്തത് വരുന്നത് ഈ ചാപ്റ്റേഴ്സിലെ മൊത്തം, അതായത് ഈ ക്ലാസ്സസിലെ ഈ 2 ടെക്സ്റ്റ് ബുക്കിലെ മൊത്തം ചാപ്റ്ററിൽ നിന്നുള്ള ഒരു റിവിഷൻ പോലെയാണ്. അത്യാവശ്യമുള്ളത് മാത്രം പറയുന്ന ഒരു റിവിഷൻ. അതിൽ പറഞ്ഞിട്ടുള്ള കുറേ പദ്ധതികളുണ്ട്, അതുപോലെ കുറേ ഇമ്പോർട്ടൻ്റ് ആയ കാര്യങ്ങളുണ്ട്. അത് മാത്രം പറഞ്ഞിട്ടുള്ള ഒരു റിവിഷനും കൂടി ആകുമ്പോൾ നമ്മൾ 5ാം ക്ലാസ്സിലെ ടെക്സ്റ്റ് ബുക്ക് മൊത്തത്തിൽ തീർത്ത് കഴിഞ്ഞു. അതുപോലെ നമുക്ക് ഓരോ ക്ലാസ്സിലെയും ടെക്സ്റ്റ് ബുക്കുകളും പിന്നീട് നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, വീണ്ടും ക്ലാസ്സിലേക്ക് കടക്കാം. അപ്പോൾ എന്താണ് നക്ഷത്രങ്ങൾ എന്ന് പറയുന്നത്? ഭൂമിയിൽ നിന്ന് വളരെ അകലെ സ്ഥിതി ചെയ്യുന്നതായതുകൊണ്ട് നക്ഷത്രങ്ങൾ നമുക്ക് എങ്ങനെ കാണാറുള്ളത്? വളരെ ചെറുതായിട്ടാണല്ലേ കാണുന്നത്. സ്വയം കത്തുന്ന ഭീമാകാരമായ ആകാശഗോളങ്ങളാണ് എന്തെന്ന് പറയുന്നത്? നക്ഷത്രങ്ങൾ എന്ന് പറയുന്നത്. സ്വയം കത്തുന്ന ഭീമാകാരമായ ആകാശഗോളങ്ങളെ നമ്മൾ എന്തെന്ന് പറയുന്നു? നക്ഷത്രങ്ങൾ എന്ന് പറയുന്നു. ഈ ആകാശഗോളങ്ങൾ വലിയ അളവിൽ താപവും പ്രകാശവും പുറത്തുവിടുന്നുണ്ട്. കോടിക്കണക്കിന് നക്ഷത്രങ്ങൾ ഉൾപ്പെടുന്ന നക്ഷത്രക്കൂട്ടത്തെയാണ് ഗാലക്സികൾ എന്ന് പറയുന്നത്. അപ്പോൾ ഗാലക്സികൾ എന്നാൽ എന്താണ്? കോടിക്കണക്കിന് നക്ഷത്രങ്ങൾ ഉൾപ്പെടുന്ന നക്ഷത്രക്കൂട്ടങ്ങളെയാണ് എന്തെന്ന് പറയുന്നത്? ഗാലക്സികൾ എന്ന് പറയുന്നത്. ഇനി എന്താണ് നക്ഷത്രങ്ങൾ മിന്നുന്നത്? നക്ഷത്രങ്ങളിൽ നിന്ന് നേർരേഖയിൽ വരുന്ന പ്രകാശം അന്തരീക്ഷത്തിലൂടെ കടന്നു വരുമ്പോൾ നിരന്തരമായ ദിശാ വ്യതിയാനത്തിന് വിധേയമാകുന്നു. അതുകൊണ്ടാണ് ഭൂമിയിൽ നിന്ന് നോക്കുമ്പോൾ നക്ഷത്രങ്ങൾ മിന്നുന്നതായി നമുക്ക് തോന്നുന്നത്. അപ്പോൾ അതാണ് നക്ഷത്രങ്ങൾ മിന്നുന്നതായി തോന്നാനുള്ള ഒരു കാരണം എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ എന്താണ് നക്ഷത്രങ്ങൾ, എന്താണ് ഗാലക്സികൾ എന്ന് പറഞ്ഞു അല്ലേ. ഇനി എന്താണ് ഗ്രഹങ്ങൾ എന്ന് പറഞ്ഞാൽ? സ്വയം കറങ്ങുകയും സൂര്യനെ വലം വയ്ക്കുകയും ചെയ്യുന്ന ആകാശഗോളങ്ങളാണ് ഗ്രഹങ്ങൾ എന്ന് പറയുന്നത്. ഗ്രഹങ്ങൾക്ക് ചൂടോ പ്രകാശമോ സ്വയം പുറപ്പെടുവിക്കാൻ കഴിയില്ല. അതാണ് അതിൻ്റെ പ്രത്യേകത. സൂര്യനിൽ നിന്നാണ് ഗ്രഹങ്ങൾക്ക് ചൂടും പ്രകാശവും ലഭിക്കുന്നത്. സൂര്യനെ വലം വയ്ക്കുന്ന ഗ്രഹങ്ങളുടെ കുറച്ച് പട്ടിക താഴെ തന്നിട്ടുണ്ട്. അവയുടെ സവിശേഷതകളും തന്നിട്ടുണ്ട്. നമുക്കറിയാലേ സൂര്യനെ വലം വയ്ക്കുന്ന ഗ്രഹങ്ങൾ ഏതൊക്കെയാണെന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ബുധൻ, ശുക്രൻ, ഭൂമി, ചൊവ്വ, വ്യാഴം, ശനി, യുറാനസ്, നെപ്റ്റ്യൂൺ എന്ന് പറഞ്ഞിട്ട് നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലോ അല്ലേ. ഇനി ഗ്രഹങ്ങളും അതിൻ്റെ പ്രത്യേകതകളും സവിശേഷതകളും ചെറിയൊരു ബോക്സിൽ തന്നിട്ടുണ്ട്. ബുധൻ സൂര്യനോട് ഏറ്റവും അടുത്ത് സ്ഥിതി ചെയ്യുന്ന ഗ്രഹം. ശുക്രൻ പ്രഭാത നക്ഷത്രം, പ്രഭോക്ഷ നക്ഷത്രം എന്നിങ്ങനെ അറിയപ്പെടുന്നു. ഭൂമി ജീവൻ നിലനിൽക്കുന്ന ഒരേ ഒരു ഗ്രഹം. ചൊവ്വ ചുവന്ന ഗ്രഹം. വ്യാഴം ഏറ്റവും വലിയ ഗ്രഹം. ശനി വലുപ്പത്തിൽ 2ാം സ്ഥാനമുള്ള ഗ്രഹം. യുറാനസ് ഏറ്റവും തണുപ്പുള്ള ഗ്രഹം. നെപ്റ്റ്യൂൺ സൂര്യനിൽ നിന്ന് ഏറ്റവും അകലെ സ്ഥിതി ചെയ്യുന്ന ഗ്രഹം. അപ്പോൾ അതൊക്കെയാണ് ഗ്രഹങ്ങളുടെ പ്രത്യേകതയായിട്ട് അവിടെ തന്നിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ഇതിനു മുമ്പ് എന്തൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു? ഗ്രഹങ്ങൾ എന്തൊക്കെയാണെന്ന് പറഞ്ഞു, ഗാലക്സി എന്താണെന്ന് പറഞ്ഞു, നക്ഷത്രം എന്താണെന്ന് പറഞ്ഞു. ഇനി എന്താണ് സൗരയുധം എന്ന് പറയുന്നത്? സൂര്യനെ ചുറ്റുന്ന 8 ഗ്രഹങ്ങൾ, അവയുടെ ഉപഗ്രഹങ്ങൾ, കുള്ളൻ ഗ്രഹങ്ങൾ, ക്ഷുദ്രഗ്രഹങ്ങൾ, ഉൽക്കകൾ, വാൽനക്ഷത്രങ്ങൾ എന്നിവ ചേർന്നതാണ് സൗരയുധം എന്ന് പറയുന്നത്. സൗരയുധത്തിന്റെ കേന്ദ്രം സൂര്യനാണെന്ന് ലോകത്തോട് പറഞ്ഞത് നിക്കോളസ് കോപ്പർനിക്കസ് ആണ്. ഇദ്ദേഹം പോളണ്ടുകാരനായ വാനശാസ്ത്രജ്ഞനായിരുന്നു. സൗരയുധം ഉൾപ്പെടുന്ന ഗാലക്സിയാണ് ക്ഷീരപഥം അഥവാ ആകാശഗംഗ. ഇതിൽ കോടാനുകോടി നക്ഷത്രങ്ങളുണ്ട്. ഇത്തരം കോടാനുകോടി ഗാലക്സികൾ ഉൾപ്പെടുന്നതാണ് പ്രപഞ്ചം എന്ന് പറയുന്നത്. അപ്പം എല്ലാം ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മൾ ഫസ്റ്റ് പറഞ്ഞു സ്വയം കത്തുന്ന ഭീമാകാരമായ ആകാശഗോളങ്ങളാണ് നക്ഷത്രങ്ങൾ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മൾ. അതിനുശേഷം എന്താണ് ഗാലക്സി എന്ന് പറഞ്ഞു. കോടിക്കണക്കിന് നക്ഷത്രങ്ങൾ ഉൾപ്പെടുന്ന നക്ഷത്രക്കൂട്ടമാണ് ഗാലക്സി എന്ന് പറഞ്ഞത്. എന്നാണ് ഗ്രഹം എന്ന് പറഞ്ഞു. സ്വയം കറങ്ങുകയും സൂര്യനെ വലം വയ്ക്കുകയും ചെയ്യുന്ന ആകാശഗോളങ്ങളാണ് എന്ന് പറഞ്ഞു ഗ്രഹങ്ങൾ എന്ന് പറഞ്ഞു. ഇനി എന്താണ് സൗരയുധം കൂടി നമ്മൾ പറഞ്ഞു. സൂര്യൻ, അതുപോലെ സൂര്യനെ ചുറ്റുന്ന 8 ഗ്രഹങ്ങൾ, അവയുടെ ഉപഗ്രഹങ്ങൾ, കുള്ളൻ ഗ്രഹങ്ങൾ, ക്ഷുദ്രഗ്രഹങ്ങൾ, ഉൽക്കകൾ, വാൽനക്ഷത്രങ്ങൾ എന്നിവ ചേർന്നതാണ് എന്ന് പറയുന്നത് സൗരയുധം എന്ന് പറയുന്നത്. ഇനി എന്താണ് ആകാശഗംഗ എന്ന് പറയുന്നത്? സൗരയുധം ഉൾപ്പെടുന്ന ഗാലക്സിയാണ് ക്ഷീരപഥം അഥവാ ആകാശഗംഗ, മിൽക്ക് വേ എന്ന് പറയുന്നത്. ഇതിൽ കോടാനുകോടി നക്ഷത്രങ്ങളുണ്ട്. ഇത്തരം കോടാനുകോടി ഗാലക്സികൾ ഉൾപ്പെടുന്നതിനെയാണ് എന്തെന്ന് പറയുന്നത്? പ്രപഞ്ചം എന്ന് പറയുന്നത്. ഇനി എന്താണ് വാൽ നക്ഷത്രങ്ങൾ എന്ന് പറഞ്ഞാൽ? സൗരയൂഥത്തിൽ അപൂർവമായി എത്തുന്ന വിരുന്നുകാരാണ് വാൽ നക്ഷത്രങ്ങൾ അഥവാ ധൂമകേതുക്കൾ. പാറ, പൊടി, ഹിമം എന്നിവ ചേർന്നാണ് വാൽ നക്ഷത്രങ്ങൾ രൂപപ്പെടുന്നത്. സൂര്യനോട് അടുക്കുമ്പോൾ ഇവയുടെ വാൽ സൂര്യപ്രകാശമേറ്റ് തിളങ്ങുന്നു.
ക്ഷുദ്രഗ്രഹങ്ങൾ. എന്താണ് ക്ഷുദ്രഗ്രഹങ്ങൾ? ചൊവ്വയ്ക്കും വ്യാഴത്തിനുമിടയിൽ കാണപ്പെടുന്ന ചെറുഗ്രഹങ്ങൾ പോലുള്ള ശിലാകഷ്ണങ്ങളാണ് ക്ഷുദ്രഗ്രഹങ്ങൾ. അടുത്തത് കുള്ളൻ ഗ്രഹങ്ങൾ. സൗരയൂഥത്തിൽ സൂര്യന് ചുറ്റും പരിക്രമണം ചെയ്യുന്ന ഗ്രഹത്തേക്കാൾ ചെറുതും ഗോളാകൃതിയിലുള്ളതുമായ വസ്തുക്കളാണ് എന്ത് എന്ന് പറയുന്നത്? കുള്ളൻ ഗ്രഹങ്ങൾ എന്ന് പറയുന്നത്. ഇനി എന്താണ് ഉൽക്കകൾ? ക്ഷുദ്രഗ്രഹങ്ങളിൽ നിന്നും മറ്റും ഭൂമിയുടെ അന്തരീക്ഷത്തിലേക്ക് അതിവേഗത്തിൽ പ്രവേശിക്കുന്ന ശിലാകഷ്ണങ്ങളാണ് ഉൽക്കകൾ. രാത്രി സമയങ്ങളിൽ അവ അതിവേഗം സഞ്ചരിക്കുന്ന തീപ്പൊരികളായി ആകാശത്ത് കാണപ്പെടുന്നു. ഏതാനും സെക്കൻഡ് കൊണ്ട് ഇവ കത്തിത്തീരുന്നു. പ്രാദേശികമായി ഇവ കൊള്ളിമീനുകൾ എന്നറിയപ്പെടുന്നു. ഇനി എന്താണ് ഉപഗ്രഹങ്ങൾ എന്ന് പറഞ്ഞാൽ? ഗ്രഹങ്ങൾക്ക് ചുറ്റും നിശ്ചിത സഞ്ചാരപാതയിലൂടെ വലം വെച്ചുകൊണ്ടിരിക്കുന്ന ആകാശഗോളങ്ങളാണ് ഉപഗ്രഹങ്ങൾ എന്ന് പറയുന്നത്. അപ്പൊ നമ്മുടെ ഭൂമിയുടെ ഉപഗ്രഹം എന്താണ്? ചന്ദ്രനാണ്. അപ്പൊ നമ്മൾ ഇതൊക്കെ ഓൾറെഡി സൗരയൂഥം അല്ലെങ്കിൽ നക്ഷത്രങ്ങൾ എന്നുള്ള ടോപ്പിക്ക് വെച്ചിട്ട് ഒരു പ്രത്യേക ക്ലാസ് നമ്മൾ മുഴുവനായി എടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അതിൽ നോക്കി പറഞ്ഞാൽ ഇത്രയും കൂടെ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് അറിയാൻ പറ്റും. അടുത്തത് നക്ഷത്ര മാസം. ചന്ദ്രന് ഭൂമിയെ ഒരു തവണ വലം വയ്ക്കാൻ ഏകദേശം 27.3 ദിവസം വേണ്ടി വരുന്നു. ഇതാണ് നക്ഷത്ര മാസം. ഭൂമിയെ വലം വയ്ക്കാൻ വേണ്ടി ചന്ദ്രന് എത്ര ദിവസം വേണം? 27.3 ദിവസം വേണം. ഇതിനെയാണ് എന്തെന്ന് പറയുന്നത്? ചന്ദ്രമാസം എന്ന് പറയുന്നത്. സൂര്യനെ ചുറ്റിയുള്ള ആകാശഗോളങ്ങളുടെ സഞ്ചാരപാതയാണ് അവയുടെ ഭ്രമണപഥം എന്ന് പറയുന്നത്. ഓർബിറ്റ് എന്ന് പറയുന്നത് എന്താണ്? സൂര്യനെ ചുറ്റിയുള്ള ആകാശഗോളങ്ങളുടെ സഞ്ചാരപാതയാണ് എന്തെന്ന് പറയുന്നത്? ഭ്രമണപഥം എന്ന് പറയുന്നത്. ദീർഘവൃത്താകൃതിയിലുള്ള ഭ്രമണപഥത്തിലൂടെയാണ് ഗ്രഹങ്ങൾ സൂര്യനെ വലം വയ്ക്കുന്നത്. ഗ്രഹങ്ങളെ അവയുടെ നിശ്ചിത ഭ്രമണപഥത്തിൽ കൂടി സഞ്ചരിക്കുവാൻ സഹായിക്കുന്നത് ഗ്രഹങ്ങളും സൂര്യനും തമ്മിലുള്ള ആകർഷണ ബലമാണ്. സൂര്യനെ വലം വയ്ക്കുന്നതോടൊപ്പം ഗ്രഹങ്ങളെല്ലാം അവയുടെ സാങ്കല്പിക അച്ചുതണ്ടിൽ സ്വയം കറങ്ങുന്നു. നമ്മുടെ ഭൂമി. അപ്പോൾ സുനിത വില്യംസ്, ബഹിരാകാശ സഞ്ചാരിയായ സുനിത വില്യംസ് പറഞ്ഞതാണ് അതിൽ കൊടുത്തിട്ടുള്ളത്. ഭൂമി ഏറെ മനോഹരവും ആശ്ചര്യജനകവുമായി തോന്നി. ബഹിരാകാശ നിലയത്തിന്റെ ജനാലയിലൂടെ മണിക്കൂറുകളോളം ഞങ്ങൾക്കത് നോക്കിക്കാണാനായി. ഭൂമിയുടെ ഗോളാകൃതി ഞങ്ങൾക്ക് വ്യക്തമായി കാണാൻ സാധിച്ചു. എന്താണ് ബഹിരാകാശം? ഒരു ജ്യോതിർഗോളത്തിന്റെ അന്തരീക്ഷ പരിധിക്കപ്പുറമുള്ള മേഖലയാണ് ബഹിരാകാശം എന്ന് പറയുന്നത്. വിവിധ രാജ്യങ്ങളിൽ നിന്നും വ്യത്യസ്തങ്ങളായ പഠനങ്ങൾക്കായും പര്യവേഷണത്തിനായും ബഹിരാകാശത്തേക്ക് വിദഗ്ധരെ അയക്കാറുണ്ട്. അപ്പോൾ നമ്മുടെ ഭൂമി എന്ന് പറയുന്നത് സൗരയൂഥത്തിൽ ജീവൻ നിലനിൽക്കുന്ന ഏക ഗ്രഹമാണ്. അതിന് നമ്മുടെ ഭൂമിക്ക് ഒരു സവിശേഷമായ ഒരു ഗോളാകൃതിയാണ് ഉള്ളത്. ധ്രുവങ്ങൾ അല്പം പരന്നതും ഭൂമധ്യ രേഖാഭാഗം ചെറുതായി വീർത്തതുമായ ഗോളാകൃതിയാണ് നമ്മുടെ ഭൂമിക്കുള്ളത്. ഈ ആകൃതിയെയാണ് ഇങ്ങനെ പറയുന്നത്? ജിയോയിഡ് എന്ന് പറയുന്നത്. ജിയോയിഡ് പറഞ്ഞാൽ ഭൂമിയുടെ ആകൃതി എന്നാണ് അർത്ഥം. അപ്പോൾ ധ്രുവങ്ങൾ അല്പം പരന്നതും ഭൂമധ്യരേഖാഭാഗം ചെറുതായി വീർത്ത ഒരു ഗോളാകൃതിയാണ് നമ്മുടെ ഭൂമിക്കുള്ളത്. അപ്പോൾ ഭൂമിയുടെ ആകൃതി എന്ന് പറഞ്ഞതാണ് ജിയോയിഡ് ആകൃതിയാണ്. ഭാരതീയ ശാസ്ത്രജ്ഞനായ ആര്യഭടൻ ഭൂമിക്ക് ഗോളാകൃതിയാണെന്നും സാങ്കല്പിക അച്ചുതണ്ടിൽ അത് സ്വയം കറങ്ങുന്നുവെന്നും വിശ്വസിച്ചിരുന്നു. ഗ്രീക്ക് തത്വചിന്തകരായ തെയിൽ, പൈതഗോറസ്, അരിസ്റ്റോട്ടിൽ എന്നിവരും ഭൂമിക്ക് ഗോളാകൃതിയാണെന്ന് വിശ്വസിച്ചവരാണ്. പിൽക്കാലത്ത് മെഗല്ലൻ എന്ന നാവികന്റെ ലോകം ചുറ്റിയുള്ള കപ്പൽ യാത്ര ഭൂമി ഉരുണ്ടതാണെന്ന് തെളിയിച്ചു. അതുപോലെ തന്നെ നമ്മുടെ ഭൂമി മറ്റ് ഗ്രഹങ്ങളിൽ നിന്നും വ്യത്യസ്തമാക്കുന്ന ഒരു സവിശേഷതയാണ് നമ്മുടെ ഭൂമിയുടെ അന്തരീക്ഷം എന്ന് പറയുന്നത്. അതുപോലെ ഭൂമിയുടെ ഉപരിതലത്തിന്റെ ഏകദേശം 71% എന്താണുള്ളത്? ജലമാണുള്ളത്. അതുകൊണ്ടാണ് ബഹിരാകാശത്ത് നിന്ന് നോക്കുമ്പോൾ നമ്മുടെ ഭൂമി എങ്ങനെയായി തോന്നുന്നത്? നീലഗോളമായി കാണപ്പെടുന്നത്. ഭൂമിയുടെ അന്തരീക്ഷമാണ് മറ്റു ഗ്രഹങ്ങളിൽ നിന്നും ഭൂമിയെ വ്യത്യസ്തമാക്കുന്നത്. ഭൂമിയെ ആവരണം ചെയ്തിരിക്കുന്ന വായുവിന്റെ പുതപ്പാണ് അന്തരീക്ഷം. വാതകങ്ങൾ, പൊടിപടലങ്ങൾ, ജലാംശം എന്നിവ അന്തരീക്ഷത്തിൽ അടങ്ങിയിട്ടുണ്ട്. ഭൂമിയിൽ ചൂടിനെയും തണുപ്പിനെയും ക്രമീകരിച്ച് ജീവൻ നിലനിർത്തുന്നതിൽ അന്തരീക്ഷം നിർണായകമായ പങ്കുവഹിക്കുന്നുണ്ട്. ഭൂമിക്ക് ഗോളാകൃതി ആയതിനാൽ ഭൂമിയുടെ ഒരു പകുതിയിൽ മാത്രമേ ഒരു സമയത്ത് സൂര്യപ്രകാശം ലഭിക്കുകയുള്ളൂ. മറ്റേ പകുതിയിൽ ഇരുട്ടാണ് അനുഭവപ്പെടുന്നത്. സൂര്യന് അഭിമുഖമായി വരുന്ന ഭൂമിയുടെ ഭാഗത്ത് സൂര്യപ്രകാശം ലഭിക്കുന്നതിനാൽ അവിടെ പകൽ അനുഭവപ്പെടുന്നു. മറുഭാഗത്ത് സൂര്യപ്രകാശം എത്താത്തതിനാൽ രാത്രിയായിരിക്കും. ഇത്തരത്തിൽ ഭൂമിയിൽ രാത്രിയും പകലും മാറി മാറി അനുഭവപ്പെടുന്നത്
ഭൂമിയുടെ ഭ്രമണം മൂലമാണ്. ഭൂമി അതിന്റെ സാങ്കല്പിക അച്ചുതണ്ടിൽ സ്വയം കറങ്ങുന്നതിനെയാണ് ഭ്രമണം എന്ന് പറയുന്നത്. അപ്പോൾ ഭൂമി അതിന്റെ സാങ്കല്പിക അച്ചുതണ്ടിൽ സ്വയം കറങ്ങുന്നതിനെയാണ് എന്തെന്ന് പറയുന്നത്? ഭ്രമണം എന്ന് പറയുന്നത്. ഭൂമി എവിടെ നിന്ന് എവിടേക്കാണ് ഭ്രമണം ചെയ്യുന്നത്? നമ്മളെ സൂര്യന് കിഴക്കുദിച്ച് പടിഞ്ഞാറ് അസ്തമിക്കും എന്ന് നമ്മൾ പറയില്ലേ. അപ്പൊ ഭൂമി എങ്ങനെയായിരിക്കും ഭ്രമണം ചെയ്യുന്നത്? ഭൂമി പടിഞ്ഞാറ് നിന്ന് കിഴക്കോട്ടാണ് എന്ത് ചെയ്യുന്നത്? ഭ്രമണം ചെയ്യുന്നത്. അതിനാലാണ് സൂര്യൻ കിഴക്കുദിച്ച് പടിഞ്ഞാറ് അസ്തമിക്കുന്നതായി നമുക്ക് അനുഭവപ്പെടുന്നത്. ഭൂമിക്ക് ഒരു ഭ്രമണം പൂർത്തിയാക്കാൻ 23 മണിക്കൂർ 56 മിനിറ്റ് 4 സെക്കൻഡ് സമയം ആവശ്യമാണ്. ഇതാണ് ഒരു ദിവസം എന്ന് പറയുന്നത്. എങ്ങനെയാണ്? 23 മണിക്കൂർ 56 മിനിറ്റ് 4 സെക്കൻഡ് സമയമാണ് ഭൂമിക്ക് എന്തിനു വേണ്ടി വരുന്നത്? ഒരു ഭ്രമണം പൂർത്തിയാക്കാൻ. അല്ലെങ്കിൽ ഇതാണ് എന്ന് പറയുന്നത്? ഒരു ദിവസം എന്ന് പറയുന്നത്. ഭ്രമണം ചെയ്യുന്നതോടൊപ്പം ഭൂമി നിശ്ചിത സഞ്ചാരപാതയിലൂടെ സൂര്യനെ ചുറ്റി സഞ്ചരിക്കുന്നുമുണ്ട്. ഇതാണ് പരിക്രമണം. അപ്പൊ ഭ്രമണം എന്ത്, പരിക്രമണം എന്തെന്ന് മനസ്സിലായ? ഭൂമി സ്വയം ചുറ്റുന്നത് ഭ്രമണവും സൂര്യനെ ചുറ്റുന്നത് എന്താണ്? പരിക്രമണവുമാണ്. ഇനി ഭൂമിക്ക് സ്വയം ഭ്രമണം പൂർത്തിയാക്കാൻ 23 മണിക്കൂർ 56 മിനിറ്റ് 4 സെക്കൻഡ് വേണം എന്ന് പറഞ്ഞു. അപ്പൊ ഈ പരിക്രമണം പൂർത്തിയാക്കാൻ വേണ്ടിയിട്ട് സൂര്യനെ ചുറ്റി സഞ്ചരിക്കാൻ ഭൂമിക്ക് എത്ര ദിവസം വേണം? 365 ദിവസമാണ് ഭൂമിക്ക് സൂര്യനെ ചുറ്റാൻ വേണ്ടത്. ഇതിനെയാണ് നമ്മൾ എന്ത് എന്ന് പറയുന്നത്? ഒരു വർഷം എന്ന് പറയുന്നത്. ഭൂമിയുടെ പരിക്രമണത്തിന്റെ ഫലമായാണ് വ്യത്യസ്ത ഋതുക്കൾ, അതായത് വ്യത്യസ്ത സീസണുകൾ നമ്മുടെ ഭൂമിയിൽ ഉണ്ടാവുന്നത്. ഒരു ബോക്സ് തന്നിട്ടുണ്ട്, അത് ഞാൻ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടില്ല, എന്നാലും ഞാൻ അത് വായിക്കാം. ഋതുക്കളെ കുറിച്ചിട്ടാണ് അതിൽ തന്നിട്ടുള്ള ബോക്സ്. എന്റെ കുട്ടിക്കാലം എന്ത് രസമായിരുന്നു. സ്കൂൾ തുറക്കുമ്പോൾ തന്നെ പുത്തൻ ഉടുപ്പിനെ നനയ്ക്കുന്ന ഇടവപ്പാതി മഴ. ഇടവപ്പാതി മഴ എപ്പോഴാണ്? നമ്മൾ തെക്ക് പടിഞ്ഞാറൻ മൺസൂൺ എന്ന് പറയില്ലേ, അതാണ് ഇടവപ്പാതി മഴ എന്ന് പറയുന്നത്. ഏകദേശം 2 മാസത്തോളം നീണ്ടു നിൽക്കുന്ന ഈ മഴ കർക്കിടകം കഴിയുന്നതോടെ ശമിച്ചു തുടങ്ങും. പിന്നെ സമ്പൽ സമൃദ്ധിയുടെയും ഐശ്വര്യത്തിന്റെയും മാസമായ ചിങ്ങമാസത്തിന്റെ കടന്നുവരവാണ്. ഈ സമയം പ്രകൃതി പൂത്തലന് ഓണത്തെ വരവേൽക്കുന്ന കാഴ്ച എത്ര മനോഹരമാണെന്നോ. തുടർന്ന് കന്നിച്ചൂടിന് ആശ്വാസം പകർന്ന് തുലാവർഷം എത്തുന്നു. തുലാവർഷം എന്ന് പറഞ്ഞാൽ എന്താണ്? വടക്ക് കിഴക്കൻ. വൃശ്ചികം ധനു മാസങ്ങളിൽ പ്രകൃതിയെ തണുപ്പിക്കും. മകരമാസത്തിൽ ചില വൃക്ഷങ്ങൾ ഇല പൊഴിഞ്ഞു നിൽക്കുന്നത് കാണാം. കുംഭം, മീനം, മേടം മാസങ്ങളിലെ അതിശക്തമായ ചൂടുകൊണ്ട് മിക്കവാറും ജലാശയങ്ങൾ വറ്റി വരളും. തൊടിയിൽ കായ്ച്ചുകൊണ്ടിരുന്ന മാവും പ്ലാവും പ്രകൃതിയെ ആ സമയത്ത് മനോഹരമാക്കിയിരുന്നു. ഇതാ ഇതിൽ കൊടുത്തിട്ടുള്ള ടെക്സ്റ്റിൽ തന്നെ കൊടുത്തിട്ടുള്ള ഒരു ഭാഗമാണ്. കേരളത്തിൽ വിവിധ കാലങ്ങൾ ഇത്തരത്തിൽ അനുഭവപ്പെടുന്നുണ്ടെങ്കിലും ഭൂമിയുടെ മറ്റ് പ്രദേശങ്ങളിൽ ഈ കാലങ്ങൾ വ്യത്യസ്തമായാണ് അനുഭവപ്പെടുന്നത്. ഭൂമിയുടെ പരിക്രമണവും ഭൂമിയിൽ ലഭിക്കുന്ന സൗരോർജത്തിന്റെ ഏറ്റക്കുറച്ചിലുകളുമാണ് ഇത്തരത്തിൽ ഋതുഭേദങ്ങൾ, സീസണൽ ചേഞ്ചസിന് കാരണമാകുന്നത്. ഈ ഋതുഭേദങ്ങൾക്കനുസരിച്ച്, ഈ സീസണൽ ചേഞ്ചസിനനുസരിച്ച് അന്തരീക്ഷ സ്ഥിതിയിലും പ്രകൃതിയിലും എന്തുണ്ടാകുന്നുണ്ട്? മാറ്റങ്ങൾ ഉണ്ടാകുന്നുണ്ട്. ഇനി എന്താണ് ദിനാന്തരീക്ഷ സ്ഥിതി, അതായത് വെതർ എന്ന് പറയുന്നത്? ഒരു പ്രദേശത്ത് നിശ്ചിത സമയത്ത് അനുഭവപ്പെടുന്ന അന്തരീക്ഷ അവസ്ഥയാണ് ദിനാന്തരീക്ഷ സ്ഥിതി. നിശ്ചിത സമയത്ത് അനുഭവപ്പെടുന്നത് ഒരു പ്രദേശത്ത്. നിശ്ചിത സമയത്തെ അന്തരീക്ഷത്തിലെ ഈർപ്പം, ചൂട്, മഴ, കാറ്റ്, മേഘം തുടങ്ങിയവ ദിനാന്തരീക്ഷ സ്ഥിതിയെ സ്വാധീനിക്കുന്നു. ഇമ്പോർട്ടൻ്റ് ആയ ഒരു ടോപ്പിക്കാണത്. അടുത്തത് എന്താണ് കാലാവസ്ഥ? ക്ലൈമറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? വെതർ എന്ന് പറഞ്ഞു, ഒരു നിശ്ചിത പ്രദേശത്ത് നിശ്ചിത സമയത്ത് അനുഭവപ്പെടുന്നത്. ഇനി എന്താണ് കാലാവസ്ഥ എന്ന് പറയുന്നത്? ദീർഘകാലമായ ഒരു പ്രദേശത്ത് അനുഭവപ്പെടുന്ന ദിനാന്തരീക്ഷ സ്ഥിതിയുടെ ശരാശരിയാണ് എന്തെന്ന് പറയുന്നത്? ക്ലൈമറ്റ് അല്ലെങ്കിൽ കാലാവസ്ഥ എന്ന് പറയുന്നത്. പാതിര സൂര്യന്റെ നാട് എന്നറിയപ്പെടുന്നത് ഏതാണ്? പാതിര സൂര്യന്റെ നാട് എന്നറിയപ്പെടുന്ന രാജ്യമാണ് എന്തെന്ന് പറയുന്നത്? നോർവേ എന്ന് പറയുന്നത്. യൂറോപ്പിന്റെ വടക്ക് ഭാഗത്ത് നോർവേ സ്ഥിതി ചെയ്യുന്നത്. വർഷത്തിൽ അധിക കാലവും മഞ്ഞുമൂടി കിടക്കുന്ന നോർവേയുടെ ഏറ്റവും വടക്കുള്ള പ്രദേശങ്ങളിൽ 6 മാസത്തോളം തുടർച്ചയായ പകലും 6 മാസത്തോളം തുടർച്ചയായ രാത്രിയുമാണ് അനുഭവപ്പെടുന്നത്. അതാണ് പാതിര സൂര്യന്റെ നാട് എന്ന് അറിയപ്പെടുന്നത്. എന്ത്? നോർവേ അറിയപ്പെടുന്നത്. അതെവിടെയാണ്? യൂറോപ്പിന്റെ വടക്ക് ഭാഗത്താണ് അത് സ്ഥിതി ചെയ്യുന്നത്. ജനവാസം കുറവുള്ള മഞ്ഞുമൂടി കിടക്കുന്ന ഈ പ്രദേശത്തെ ജനജീവിതം ചിട്ടപ്പെടുത്തിയിരിക്കുന്നത് എങ്ങനെയെന്ന് നോക്കാം. തുകൽ കൊണ്ട് നിർമ്മിച്ചതും വായു കടക്കാത്തതുമായ പാദരക്ഷകളും രോമനിർമ്മിതമായ വസ്ത്രങ്ങളുമാണ് ഇവിടുത്തെ ജനങ്ങൾ ധരിക്കുന്നത്. ഇവിടുത്തെ തദ്ദേശീയരായ ഇന്യൂട്ട് വളർത്തു നായകൾ വലിക്കുന്ന പരന്ന
സ്ലെഡ്ജുകളിൽ സഞ്ചരിക്കുന്നത് സാധാരണ കാഴ്ചയാണ്. 6 മാസത്തോളം നീളുന്ന ശൈത്യകാലത്ത് ഇവർ വാസസ്ഥലമായ ഇഗ്ലൂയിൽ നിന്ന് പുറത്തിറങ്ങാറില്ല. അതിശൈത്യത്തെ അതിജീവിക്കുന്ന പന്നൽ, പായൽ തുടങ്ങിയവയാണ് ഇവിടുത്തെ മുഖ്യ സസ്യവർഗ്ഗങ്ങൾ. തിമിംഗലങ്ങൾ, മത്സ്യങ്ങൾ, ഹിമമൂങ്ങ, സീൽ, ഹിമക്കരടി തുടങ്ങിയവയാണ് പ്രധാന ജന്തുവർഗ്ഗങ്ങൾ. വേട്ടയാടലും മത്സ്യബന്ധനവുമാണ് ജനങ്ങളുടെ പ്രധാന ഉപജീവന മാർഗം. ഇഗ്ലൂ ധ്രുവപ്രദേശങ്ങളിൽ അധിവസിക്കുന്ന തദ്ദേശീയരായ ജനവിഭാഗമാണ് ഇന്യൂട്ട് അഥവാ എക്സിമോകൾ. ഇവർ മഞ്ഞുകട്ടകൾ കൊണ്ട് നിർമ്മിക്കുന്ന വീടുകളാണ് എന്ന് പറയുന്നത് ഇഗ്ലൂ എന്ന് പറയുന്നത്. ഇനി മരുഭൂമിയെ കുറിച്ച് നോക്കാം. ധ്രുവപ്രദേശങ്ങളിൽ നിന്ന് തികച്ചും വ്യത്യസ്തമായ ഭൂമിശാസ്ത്ര സവിശേഷതയുള്ള ഭൂവിഭാഗമാണ് ഉഷ്ണ മരുഭൂമികൾ എന്ന് പറയുന്നത്. വിശാലമായ മണൽപ്പരപ്പുകളും മണൽക്കുന്നുകളും ഇവിടുത്തെ പ്രത്യേകതയാണ്. ഇവിടെ പകൽ താപം വളരെ കൂടുതലും രാത്രി താപം വളരെ കുറവുമാണ്. മഴ തീരെ കുറവായ ഈ പ്രദേശങ്ങളിൽ ഉയർന്ന താപവും വരണ്ട കാറ്റും ജലദൗർലഭ്യവും അനുഭവപ്പെടുന്നു. ഈ പ്രദേശങ്ങളിൽ ജനവാസം തീരെ കുറവാണ്. ഉഷ്ണമരുഭൂമികളിൽ കാലാവസ്ഥയ്ക്ക് ഇണങ്ങുന്ന ജീവിത രീതികളാണുള്ളത്. തുടർച്ചയായ വരൾച്ചയും മണൽക്കാറ്റും മരുഭൂമികളുടെ മറ്റ് സവിശേഷതകളാണ്. അയഞ്ഞ വസ്ത്രങ്ങൾ, മുഖം മറയ്ക്കുന്ന ശിരോവസ്ത്രവും മരുഭൂമി നിവാസികളുടെ വസ്ത്രധാരണത്തിലെ പ്രത്യേകതകളാണ്. സഞ്ചാരത്തിനും ചരക്ക് നീക്കത്തിനും ഒട്ടകങ്ങളെ ഉപയോഗിക്കുന്നത് മരുഭൂമിയിലെ സാധാരണ കാഴ്ചയാണ്. ഇത്തരം പ്രത്യേകതകളുള്ള പ്രദേശങ്ങളിൽ കാലാവസ്ഥയ്ക്ക് ഇണങ്ങുന്ന വേറിട്ട ജീവിത രീതികളാണുള്ളത്. ധ്രുവപ്രദേശങ്ങളിലെയും മരുപ്രദേശങ്ങളിലെയും ഭൗതിക വൈവിധ്യങ്ങൾ അവിടുത്തെ ജനജീവിതത്തെ എങ്ങനെയെല്ലാം സ്വാധീനിക്കുന്നുവെന്ന് നമ്മൾ ഇപ്പോൾ വായിച്ചതിൽ നിന്ന് നമുക്ക് മനസ്സിലായിട്ടുണ്ടാവില്ല, ക്ലാസ്സിൽ നിന്നും. ഒരു പ്രദേശത്തെ കൃഷി, തൊഴിൽ, ആഹാരം, വസ്ത്രരീതി, വീട് നിർമ്മാണം, ആഘോഷങ്ങൾ തുടങ്ങിയവയെല്ലാം അവിടുത്തെ കാലാവസ്ഥയ്ക്കനുസരിച്ചിട്ടാണ് രൂപപ്പെട്ടിരിക്കുന്നത്. എന്നാൽ മനുഷ്യരുടെ അശാസ്ത്രീയ ഇടപെടൽ സ്വാഭാവിക പരിസ്ഥിതിയിൽ മാറ്റങ്ങൾ വരുത്തുന്നതായി പഠനങ്ങൾ സൂചിപ്പിക്കുന്നു. ഇതിന്റെ ഫലമായി ലോകമെമ്പാടും ഇന്ന് കാലാവസ്ഥയിൽ ഗണ്യമായ വ്യതിയാനങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്. അവിടെ കാലാവസ്ഥാ വ്യതിയാനത്തെ കുറിച്ചിട്ട് 2021 ഒക്ടോബർ 31 ഐക്യരാഷ്ട്ര സംഘടനയുടെ ഗ്ലാസ്ഗോ കാലാവസ്ഥാ സമ്മേളനത്തിൽ വെച്ച് കെനിയയിൽ നിന്നുള്ള സ്കൂൾ വിദ്യാർത്ഥിയായ എലിസബത്ത് വാറ്റി ലോക നേതാക്കളോട് നടത്തിയ അഭ്യർത്ഥനയാണ് ആ ബോക്സിൽ കൊടുത്തിട്ടുള്ളത്. ഞാൻ വായിക്കാം. ഞാൻ കെനിയയിൽ നിന്നാണ് വരുന്നത്. അവിടെ 20 കോടി ജനങ്ങൾ കാലാവസ്ഥാ മാറ്റത്തിന്റെ ദുരിതം അനുഭവിക്കുകയാണ്. കൊടും വരൾച്ചയാണ് അവിടെ. 2 വർഷമായി ഞങ്ങൾക്ക് മഴ കിട്ടിയിട്ട്. 3-ാം വർഷവും അങ്ങനെ തന്നെയാവും എന്നാണ് ശാസ്ത്രജ്ഞർ പറയുന്നത്. ഞങ്ങൾക്ക് മഴയില്ല, പുഴകളെല്ലാം വറ്റി, താപതരംഗങ്ങൾ വീശിയടിക്കുന്നു. നിങ്ങളുടെ ഹൃദയം ദയവായി ഒന്ന് തുറക്കൂ. ഞങ്ങളുടെ വിളകൾ മുഴുവൻ കരിഞ്ഞുണങ്ങി, മൃഗങ്ങളും മനുഷ്യരും മരിച്ചു വീഴുകയാണ്. ഇങ്ങനെ പോയാൽ 2025ഓടെ ഞങ്ങൾ പകുതി പേരും ഇല്ലാതാകും. ഈ സമ്മേളനത്തിൽ നിങ്ങൾ എടുക്കുന്ന തീരുമാനമാണ് ഞങ്ങൾക്ക് മഴ തിരിച്ചു തരുമോ എന്ന് തീരുമാനിക്കുക. ഞങ്ങളുടെ കൂട്ടുകാരായ കുട്ടികൾക്ക് ഭക്ഷണവും വെള്ളവും ലഭിക്കുമോ എന്ന് തീരുമാനിക്കുക. ദയവായി നിങ്ങൾ ഹൃദയം ഒന്ന് തുറക്കൂ എന്നാണ് ആര് പറഞ്ഞത്? കെനിയയിൽ നിന്നുള്ള സ്കൂൾ വിദ്യാർത്ഥിയായ എലിസബത്ത് വറ്റി 2021 ഒക്ടോബർ 31 ഐക്യരാഷ്ട്ര സംഘടനയുടെ ഗ്ലാസ്ഗോ കാലാവസ്ഥാ സമ്മേളനത്തിൽ വെച്ച് ലോക നേതാക്കളോട് അഭ്യർത്ഥിച്ചത്. ഇന്ന് ലോകം അഭിമുഖീകരിച്ചു കൊണ്ടിരിക്കുന്നതും വരും തലമുറ അഭിമുഖീകരിക്കാൻ പോകുന്നതുമായ ഏറ്റവും സങ്കീർണമായ പ്രശ്നമാണ് കാലാവസ്ഥാ വ്യതിയാനം. ഒരു പ്രദേശത്തിന്റെ കാലാവസ്ഥയെ സ്വാധീനിക്കുന്ന ഒരു പ്രധാന ഘടകമാണ് ആ പ്രദേശത്തെ അന്തരീക്ഷ സ്ഥിതി എന്ന് പറയുന്നത്. അന്തരീക്ഷത്തിന്റെ താപനിലയിൽ ഉണ്ടാകുന്ന ഏറ്റക്കുറച്ചിലുകളാണ് കാലാവസ്ഥാ വ്യതിയാനമായി കണക്കാക്കുന്നത്. കാലാവസ്ഥാ മാറ്റം ഭൂമിയിൽ സാവധാനത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പ്രക്രിയയാണ്. കാലാവസ്ഥയിൽ നേരിയ തോതിൽ ഉണ്ടാകുന്ന മാറ്റങ്ങൾ പോലും പ്രകൃതിയെ സാരമായി ബാധിക്കുന്നു. കാലാവസ്ഥയിൽ ഉണ്ടാകുന്ന വ്യതിയാനം നമുക്ക് എങ്ങനെയെല്ലാം തിരിച്ചറിയാൻ കഴിയും? അതായത് ഈ മഞ്ഞുരുകുന്നതിലൂടെയും നമ്മുടെ കാലാവസ്ഥ മാറി വരുന്നതിലൂടെയും പെട്ടെന്നുള്ള വെള്ളപ്പൊക്കം, വരൾച്ച, ഇതിൽ നിന്നെല്ലാം നമുക്ക് എന്ത് കഴിയാൻ പറ്റും? കാലാവസ്ഥ മാറ്റങ്ങൾ അല്ലെങ്കിൽ കാലാവസ്ഥ വ്യതിയാനം നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഈ കാലാവസ്ഥ വ്യതിയാനം ഉണ്ടാവുന്നതിൻ്റെ പ്രത്യാഘാതമാണ് ഈ ആഗോള താപനില ഉയരുന്നതും അതുപോലെ സമുദ്രനിരപ്പിലെ ഉയർച്ചയും സുനാമി ദുരന്തങ്ങളും അതുപോലെ കാലം തെറ്റിയ മഴയുടെ തോതിലുള്ള ഏറ്റക്കുറച്ചൽ, വരൾച്ച, ധ്രുവപ്രദേശങ്ങളിലെ മഞ്ഞുരങ്ങൽ, ഇവയെല്ലാം കാലാവസ്ഥാ വ്യതിയാനങ്ങൾ നമുക്ക് കാണിച്ചു തരുന്നതാണ് അല്ലേ.
കാലാവസ്ഥാ വ്യതിയാനം ഭൂമിയിലെ എല്ലാ ജീവജാലങ്ങളെയും അതുപോലെ പല വിധത്തിൽ ബാധിക്കുന്നുണ്ട്. പല ജീവജാലങ്ങളുടെയും വംശനാശത്തിനും ഇത് കാരണമാകുന്നുണ്ട്. പലപ്പോഴും കാലാവസ്ഥാ വ്യതിയാനം പ്രകൃതി ദുരന്തങ്ങൾ പോലും കാരണമാക്കാറുണ്ട്. കാലാവസ്ഥാ വ്യതിയാനത്തിന് കാരണമാവുന്ന പ്രവർത്തനങ്ങൾ നിയന്ത്രിക്കുന്നതിനും പരിസ്ഥിതി സംരക്ഷിക്കുന്നതിനുമായി കേരള സർക്കാർ വിവിധ പദ്ധതികൾ ആവിഷ്കരിച്ച് നടപ്പിലാക്കി വരുന്നുണ്ട്. ഇതിനൊരു ഉദാഹരണമാണ് എന്തെന്ന് പറയുന്നത് ഹരിത കേരളം മിഷൻ എന്ന് പറയുന്നത്. മണ്ണ്, ജലസംരക്ഷണം, ശുചിത്വം, മാലിന്യ സംരക്ഷണം, ജൈവ കൃഷി എന്നീ മേഖലകൾക്ക് ഊന്നൽ നൽകിക്കൊണ്ട് സർക്കാർ നടപ്പിലാക്കുന്ന പദ്ധതിയാണ് ഹരിത കേരളം മിഷൻ എന്ന് പറയുന്നത്. ഹരിതകർമ്മസേന, പച്ചത്തുരുത്ത് തുടങ്ങിയ ഹരിത കേരളം മിഷന്റെ ശ്രദ്ധേയമായ കർമ്മ പരിപാടികളാണ് എന്തെന്ന് പറയുന്നത് പച്ചത്തുരുത്ത്, ഹരിതകർമ്മസേന, എന്നിവയെല്ലാം ഹരിത കേരള മിഷന്റെ കർമ്മ പരിപാടികളാണ്. ഈ നാം വസിക്കുന്ന ഭൂമി എന്ന് പറയുന്നത് അതിലെ വിഭവങ്ങൾ എന്ന് പറയുന്നത് എന്താണ്, ഇനി വരുന്ന തലമുറയ്ക്ക് കൂടെ അവകാശപ്പെട്ടതാണ്. അപ്പൊ നമ്മൾക്ക് ലഭ്യമായിരുന്ന പ്രകൃതി വിഭവങ്ങൾ നമ്മൾ എന്ത് ചെയ്യണം, കരുതലോടെ നമ്മൾ ഉപയോഗിക്കാൻ നമ്മൾ ബാധ്യസ്ഥരാണ്. പ്രകൃതിയുമായി ഇണങ്ങി ജീവിച്ചുകൊണ്ട് കാലാവസ്ഥാ വ്യതിയാനം എന്ന വൻ വിപത്തിനെ നമുക്ക് ഒന്നിച്ചു പോരാടാം. കാലാവസ്ഥാ വ്യതിയാനം ലഘൂകരിക്കുന്നതിനായി പരിസ്ഥിതി സംരക്ഷണം ഉറപ്പാക്കേണ്ടത് നമ്മുടെ ഓരോരുത്തരുടെയും കടമയാണ്. പരിസ്ഥിതി സംരക്ഷണത്തിനായുള്ള പ്രവർത്തനങ്ങൾ നമ്മുടെ ചുറ്റുപാടിൽ നിന്ന് തന്നെ എന്ത് ചെയ്യാം, ആരംഭിക്കാം. ഇനി നമുക്ക് നോക്കാനുള്ളത് ഒരു ചാപ്റ്ററും കൂടിയാണ്. അതോടെ നമ്മുടെ ഈ ടോപ്പിക്ക് തീരുകയാണ് ഇന്നത്തെ ക്ലാസ്. നിയമവും സമൂഹവും. അപ്പൊ എന്താണ് നിയമം എന്ന് പറഞ്ഞാൽ, നമ്മുടെ സ്കൂളിലൊക്കെ കുറേ നിയമങ്ങളൊക്കെ ഉണ്ടാവും അല്ലേ. യൂണിഫോം ഇടലായാലും മുടി കെട്ടലായാലും കുട്ടികൾ എങ്ങനെ വരുമെന്നൊക്കെ പറഞ്ഞിട്ട് അതുപോലെയുള്ള നിയമവ്യവസ്ഥകളും മാർഗനിർദ്ദേശങ്ങളും സമൂഹത്തിന്റെ നിലനിൽപ്പിനും ആവശ്യമാണ്. അത് നമ്മൾ എന്ത് ചെയ്യണം, പാലിക്കേണ്ടതും ആവശ്യമാണ്. സമൂഹത്തിന്റെ നിലനിൽപ്പിനും സുഗമമായ പ്രവർത്തനത്തിനും വേണ്ടി ഏർപ്പെടുത്തുന്ന അംഗീകരിക്കപ്പെട്ട നിയന്ത്രണങ്ങളും വ്യവസ്ഥയുമാണ് നിയമം. അംഗീകരിക്കപ്പെട്ട നിയന്ത്രണങ്ങളും വ്യവസ്ഥയുമാണ് എന്തെന്ന് പറയുന്നത് നിയമം എന്ന് പറയുന്നത്. മനുഷ്യർ സാമൂഹിക ജീവികളാണ്. ഓരോ വ്യക്തിയും ഈ സമൂഹത്തിൽ മെച്ചപ്പെട്ട ജീവിതവും സംരക്ഷണവും ഉറപ്പുവരുത്തുന്നതിന് നിയമം അനിവാര്യമാണ്. സമൂഹത്തിലെ എല്ലാവരുടെയും ക്ഷേമത്തിന് വേണ്ടിയുള്ളതാണ് നിയമങ്ങൾ എന്ന് പറയുന്നത്. ഒരു സാമൂഹിക കൂട്ടായ്മയിൽ അതിലെ അംഗങ്ങളായ വ്യക്തികളുടെ സ്വഭാവം, പെരുമാറ്റം, പ്രവൃത്തി, സ്വാതന്ത്ര്യം, അവകാശം തുടങ്ങിയവയ്ക്ക് മേൽ ചില വ്യവസ്ഥകളും നിയന്ത്രണങ്ങളും ആവശ്യമാണ്. വ്യക്തി താല്പര്യങ്ങൾ സംരക്ഷിക്കുന്നതോടൊപ്പം പൊതു താല്പര്യങ്ങൾ കൂടി പരിഗണിക്കപ്പെടേണ്ടതുണ്ട്. ഇത്തരം സന്ദർഭങ്ങളിൽ സമൂഹത്തിന് ചില ചിട്ടകൾ ആവശ്യമായി വരുന്നു. ഈ ധർമ്മമാണ് നിയമങ്ങൾ നിർവഹിക്കുന്നത്. നിയമങ്ങൾ പാലിക്കപ്പെടാതിരുന്നാൽ സംഘർഷങ്ങൾ ഉണ്ടാകുന്നു. ഇത് സമൂഹത്തിന്റെ നിലനിൽപ്പിനെ അപകടത്തിലാക്കുന്നു. അതിനാൽ നിയമലംഘനം ശിക്ഷാർഹമാണ്. അപ്പോൾ ഈ നിയമങ്ങൾ പ്രധാനമായും രണ്ട് രീതിയിലാണ് രൂപപ്പെടുത്തുന്നത്. ഒന്ന്, സാമൂഹിക വഴക്കങ്ങളിൽ കൂടി രൂപപ്പെടുത്തുന്ന നിയമങ്ങൾ. രണ്ട്, വ്യവസ്ഥാപിതമായ സംവിധാനങ്ങൾ വഴി രൂപപ്പെടുത്തുന്ന നിയമങ്ങൾ. പ്രാചീന സമൂഹത്തിൽ നിലനിന്നിരുന്ന നിയമങ്ങളെല്ലാം തന്നെ വഴക്കങ്ങളിൽ നിന്ന് രൂപപ്പെട്ടതാണ്. അപ്പൊ എന്താണ് സാമൂഹിക വഴക്കങ്ങൾ എന്ന് പറയുന്നത്? ഒരു പ്രത്യേക സാമൂഹിക സംഘത്തിലോ സംസ്കാരത്തിലോ സ്വീകാര്യമായി കണക്കാക്കപ്പെടുന്ന വിശ്വാസങ്ങൾ, മനോഭാവങ്ങൾ, പെരുമാറ്റങ്ങൾ എന്നിവയുടെ അലിഖിത നിയമങ്ങളാണ് സാമൂഹിക വഴക്കങ്ങൾ. അപ്പൊ സാമൂഹിക വഴക്കങ്ങൾ എന്ന് പറയുന്നത് എന്താണ്? അലിഖിത നിയമങ്ങളാണ്. ഒരു പ്രത്യേക സമൂഹത്തിലോ സംഘത്തിലോ സംസ്കാരത്തിന്റെ സ്വീകാര്യമായി കണക്കാക്കപ്പെടുന്ന വിശ്വാസം, മനോഭാവം, പെരുമാറ്റം അവയൊക്കെയാണ് സാമൂഹിക വഴക്കങ്ങൾ എന്ന് പറയുന്നത്. ഇവ പൊതുവെ കൃത്യമായി എഴുതപ്പെടാത്തവയായിരുന്നു. സാമൂഹിക വഴക്കങ്ങൾ കൂടിയും ആചാരങ്ങളിൽ കൂടിയുമായിരുന്നു അവ നടപ്പിലാക്കിയിരുന്നത്. സാമൂഹിക ക്രമങ്ങളുടെ ഭാഗമായി മിക്ക നിയമങ്ങളും പിന്നീട് മാറ്റപ്പെടുകയോ കാലോചിതമായി പരിഷ്കരിക്കപ്പെടുകയോ ചെയ്തിട്ടുണ്ട്. അതായത് പണ്ട് നമ്മുടെ വീട്ടിലൊക്കെ അങ്ങനെയാണ് ഇങ്ങനെയാണ് എന്ന് പറഞ്ഞിട്ട് അതായത് ചെറുപ്പം മുതലേ നമ്മുടെ വീട്ടുകാർ ഒരു കാര്യം പഠിപ്പിച്ച് വരുന്നുണ്ടാവും. അത് തലമുറയായിട്ട് കൈമാറി വരും. പക്ഷെ ഒരു ലെവൽ കഴിയുമ്പോൾ എന്താവും, പുതിയ തലമുറയ്ക്ക് അത് അംഗീകരിക്കാൻ പറ്റാതെ വരുമ്പോൾ അതിലൊക്കെ മാറ്റങ്ങൾ വരും. അപ്പൊ അതാണ് സാമൂഹിക വഴക്കങ്ങൾ എന്ന് പറയുന്നത്. ആധുനിക കാലഘട്ടത്തിൽ ഓരോ ഗവൺമെന്റും നിയമനിർമ്മാണ സഭകൾ വഴിയാണ് രാഷ്ട്രത്തിനാവശ്യമായ നിയമങ്ങൾ നിർമ്മിക്കപ്പെടുന്നത്. അപ്പൊ എന്താണ് രാഷ്ട്രം എന്ന് പറയുന്നത്? ഒരു നിശ്ചിത ഭൂപ്രദേശത്ത് ഭരണകൂടത്തിന്റെ കീഴിൽ ജീവിക്കുന്ന സംഘടിതമായ സമൂഹത്തെയാണ് എന്തെന്ന് പറയുന്നത്? രാഷ്ട്രം എന്ന് പറയുന്നത്.
ജനസംഖ്യ, ഭൂപ്രദേശം, ഗവൺമെന്റ്, പരമാധികാരം എന്നിവയാണ് രാഷ്ട്രത്തിന്റെ ഘടകങ്ങൾ എന്ന് പറയുന്നത്. അപ്പോൾ ആധുനിക കാലഘട്ടത്തിൽ ഓരോ ഗവൺമെന്റും നിയമനിർമ്മാണ സഭകൾ വഴിയാണ് എന്ത് ചെയ്യുന്നത്? രാഷ്ട്രത്തിന് ആവശ്യമായ നിയമങ്ങൾ നിർമ്മിക്കപ്പെടുന്നത്. ഗവൺമെന്റ് മുൻകൈയെടുത്ത് നിയമിക്കുന്ന നിയമങ്ങൾക്ക് പുറമെ ശക്തമായ പൊതുജനാഭിപ്രായത്തെ തുടർന്നും നിയമനിർമ്മാണ സഭകൾ നിയമം നിർമ്മിക്കാറുണ്ട്. കോടതി വിധികളും വ്യാഖ്യാനങ്ങളും നിർദ്ദേശങ്ങളും പലപ്പോഴും പുതിയ നിയമങ്ങൾക്ക് കാരണമാകാറുണ്ട്. ഇപ്രകാരം കോടതി ഇടപെടലുകളിൽ കൂടിയും നിയമങ്ങൾ രൂപപ്പെടാറുണ്ട്. നിയമവും സൈബർ ലോകവും ഇന്റർനെറ്റ്, ഗെയിമുകൾ, മൊബൈൽ ആപ്പുകൾ, ഓൺലൈൻ സേവനങ്ങൾ എന്നിവയിൽ ധാരാളം തട്ടിപ്പുകൾ നടക്കുന്നുണ്ട്. ഇത്തരം സാഹചര്യങ്ങളിൽ നിന്ന് സംരക്ഷണം ലഭിക്കുന്നതിന് വേണ്ടി ആവിഷ്കരിച്ച നിയമമാണ് വിവര സാങ്കേതിക നിയമം 2000. ഇതുപോലെ ജനങ്ങളുടെ സംരക്ഷണത്തിന് വേണ്ടി പല വിധത്തിലുള്ള നിയമങ്ങൾ നിലവിലുണ്ട്. വിവര സാങ്കേതിക വിദ്യാ നിയമം 2000. വിവര സാങ്കേതിക വിദ്യ ഉപയോഗിച്ചുള്ള ഇടപാടുകൾക്ക് നിയമപരമായ അംഗീകാരവും സുരക്ഷിതത്വവും ഉറപ്പുവരുത്തുന്നതിനായി നിലവിൽ വന്ന നിയമമാണ് വിവര സാങ്കേതിക വിദ്യാ നിയമം 2000 എന്ന് പറയുന്നത്. സൈബർ കുറ്റകൃത്യങ്ങളിൽ ഏർപ്പെടുന്നവർക്ക് കർക്കശമായ ശിക്ഷയാണ് ഈ നിയമത്തിൽ വ്യവസ്ഥ ചെയ്യുന്നത്. ഗതാഗത നിയമങ്ങൾ, സൈബർ നിയമങ്ങൾ തുടങ്ങിയവ സമൂഹത്തിന്റെ പൊതുവായ സുരക്ഷ മുൻനിർത്തിയുള്ളവയാണ്. എന്നാൽ ചില നിയമങ്ങൾ പ്രത്യേക വിഭാഗങ്ങളുടെ സംരക്ഷണാർത്ഥം ഉള്ളവയാണ്. അതിനൊരു ഉദാഹരണമാണ് കുട്ടികളുടെ അവകാശം. അതിനു വേണ്ടിയുള്ള ബാലവേല നിരോധന നിയമമെല്ലാം. ബാലവേല നിരോധന നിയമം 1986 വന്നത്. 14 വയസ്സിൽ താഴെയുള്ള കുട്ടികളെ ജോലിക്ക് നിയമിക്കുന്നത് അത് പ്രകാരം എന്താണ്? കുറ്റകരമാണ്. സുരക്ഷിതമായ ബാല്യം ഓരോ കുട്ടികളുടെയും അവകാശമാണ്. സുരക്ഷ മുൻനിർത്തി ഇന്ത്യൻ ഭരണഘടന കുട്ടികൾക്ക് ചില അവകാശങ്ങൾ ഉറപ്പു നൽകുന്നുണ്ട്. ഇതുകൂടാതെ ബാലാവകാശങ്ങൾ സംരക്ഷിക്കുന്നതിനായി നിരവധി നിയമങ്ങളും സംവിധാനങ്ങളും നിലവിലുണ്ട്. അപ്പോൾ 1986 ബാലവേല നിരോധന നിയമം, അതുപോലെ 2009 വിദ്യാഭ്യാസ അവകാശ നിയമം 6 മുതൽ 14 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് സൗജന്യവും നിർബന്ധിതവുമായ പ്രാഥമിക വിദ്യാഭ്യാസം ഉറപ്പു നൽകുന്നു. അതുപോലെ വന്ന ഒന്നാണ് ബാലാവകാശ സംരക്ഷണ കമ്മീഷൻ എന്ന് പറയുന്നത്. കുട്ടികളുടെ അവകാശങ്ങൾ സംരക്ഷിക്കാൻ വേണ്ടി ദേശീയ ബാലാവകാശ സംരക്ഷണ കമ്മീഷനും സംസ്ഥാന തലത്തിൽ സംസ്ഥാന ബാലാവകാശ കമ്മീഷനും പ്രവർത്തിക്കുന്നുണ്ട്. ഇനി ബാലനീതി നിയമം 2015. സുരക്ഷിത ബാല്യം ഉറപ്പുവരുത്തുന്നതിനായി 2015 നിലവിൽ വന്ന നിയമമാണ് ബാലനീതി നിയമം. കുട്ടികളെ ഉപദ്രവിക്കുക, അവഗണിക്കുക, ഭിക്ഷാടനത്തിന് ഉപയോഗിക്കുക, അടിമവേല ചെയ്യിക്കുക, ലഹരി വസ്തുക്കൾ നൽകുക, അതിന്റെ വിൽപ്പനക്കായി കുട്ടികളെ ഉപയോഗിക്കുക തുടങ്ങിയവ ഈ നിയമം അനുസരിച്ച് ശിക്ഷാർഹമാണ്. ഇത്തരം അവകാശ ലംഘനങ്ങൾ ഉണ്ടായാൽ സംസ്ഥാന ബാലാവകാശ സംരക്ഷണ കമ്മീഷനെ സമീപിക്കാവുന്നതാണ്. ചൈൽഡ് ലൈനിന്റെ നമ്പർ ഏതാണ്? ഹെൽപ്പ് ലൈൻ നമ്പർ 1098. അപ്പോൾ ബാലവേല വിരുദ്ധ ദിനം എന്നാണ് ജൂൺ 12. ലോക ബാലാവകാശ സംരക്ഷണ ദിനം എന്നാണ് നവംബർ 20. ഇനി പോസ്കോ ആക്ട് 2012. ലിംഗ പദവി വ്യത്യാസം ഇല്ലാതെ കുട്ടികൾക്കെതിരെയുള്ള ലൈംഗിക അതിക്രമങ്ങളിൽ നിന്ന് അവരെ സംരക്ഷിക്കുന്നതിനായി നിലവിൽ വന്ന നിയമമാണ് പോക്സോ ആക്ട്. ലൈംഗിക കുറ്റകൃത്യങ്ങളിൽ നിന്നും കുട്ടികളെ സംരക്ഷിക്കുന്നതിനുള്ള നിയമം പോക്സോ ആക്ട് 2012. അന്താരാഷ്ട്ര തലത്തിൽ 1989 നിലവിൽ വന്ന കുട്ടികളുടെ അവകാശ ഉടമ്പടിയെ അംഗീകരിച്ചുകൊണ്ടാണ് ഇന്ത്യ ഗവൺമെന്റ് ഈ നിയമം നടപ്പിലാക്കിയിട്ടുള്ളത്. അപ്പോൾ പോക്സോ ആക്ട് 2012. ഇനി എന്താണ് നിയമവാഴ്ച എന്ന് പറഞ്ഞാൽ വ്യത്യസ്തങ്ങളായ നിയമങ്ങൾ നമ്മൾ പരിചയപ്പെട്ടു അല്ലേ. അതായത് പ്രത്യേകിച്ച് ഒരു വിഭാഗത്തിന് വേണ്ടി, കുട്ടികൾക്ക് വേണ്ടി, സ്ത്രീകൾക്ക് വേണ്ടി, അതുപോലെ മൊത്തം സമൂഹത്തിന് വേണ്ടിയിട്ടുള്ള അങ്ങനെയുള്ള നിയമങ്ങൾ. അപ്പൊ ഈ നിയമങ്ങൾക്ക് വിധേയപ്പെടുന്നത് കൊണ്ട് നമ്മുടെ സാമൂഹിക ജീവിതം സുഗമമായി മുന്നോട്ട് പോകുന്നത്. നിയമത്തിന് മുന്നിൽ എല്ലാ പൗരനും തുല്യരാണ്. നിയമം ഉറപ്പാക്കുന്ന തുല്യ സംരക്ഷണം അനുഭവിച്ച് അവയ്ക്ക് വിധേയപ്പെട്ട് ജീവിക്കുന്ന സാഹചര്യമാണ് എന്ന് പറയുന്നത് നിയമവാഴ്ച എന്ന് പറയുന്നത്. ക്രമസമാധാന പാലനമാണ് പോലീസിന്റെ ചുമതല. തർക്കങ്ങൾ പരിഹരിക്കുന്നതിനും ശിക്ഷ വിധിക്കുന്നതിനുമുള്ള അധികാരം ആർക്കാണുള്ളത്? കോടതികൾക്കാണ്. അപ്പൊ നമ്മുടെ അവിടെ സുപ്രീം കോടതി, ഹൈക്കോടതിയിലെ സുപ്രീം കോടതി എന്ന് പറഞ്ഞാൽ എന്താണ്? ഇന്ത്യയുടെ പരമോന്നത കോടതിയാണ് സുപ്രീം കോടതി. അത് എവിടെയാണുള്ളത്? ന്യൂഡൽഹിയിലാണ്. ഇനി നമ്മുടെ കേരളത്തിലെ ഹൈക്കോടതി, സംസ്ഥാനത്തെ ഏറ്റവും ഉയർന്ന കോടതിയാണ് എന്ത്? ഹൈക്കോടതി എന്ന് പറയുന്നത്. അത് എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്?
എറണാകുളത്താണ് നമ്മുടെ കേരള ഹൈക്കോടതി സ്ഥിതി ചെയ്യുന്നത്. നമ്മുടെ കോടതികളുടെ ഘടന അവിടെ താഴെ ശ്രേണി ഘടന തന്നിട്ടുണ്ട്. ഏറ്റവും മുകളിലുള്ള കോടതിയാണ് സുപ്രീം കോടതി. അത് കഴിഞ്ഞ് നമ്മുടെ സംസ്ഥാനത്തിലെ ഏറ്റവും ഉയർന്ന കോടതിയായ ഹൈക്കോടതികൾ. അതിന് താഴെ എന്ത് വരും? ജില്ലാ കോടതികൾ. അതിന് താഴെയാണ് എന്ത് വരുന്നത്? കീഴ്ക്കോടതികൾ വരുന്നത്. അപ്പോൾ ഇതാണ് നമ്മുടെ നിയമവും സമൂഹവും എന്നുള്ള ചാപ്റ്ററിൽ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ഇന്നെടുത്ത 2 ക്ലാസ്സിനും വളരെ ഇമ്പോർട്ടൻ്റ് ആയ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അതോടെ നമ്മൾ 5ാം ക്ലാസ്സിലെ ചാപ്റ്റർ തീരുകയാണ്. അപ്പോൾ നാളെ അതിൻ്റെ റിവിഷൻ ക്ലാസ്സുമായിട്ട് വീണ്ടും വരുന്നതായിരിക്കും. അപ്പോൾ റിവിഷൻ ആയതുകൊണ്ട് തന്നെ എല്ലാം വാരി വരിച്ച് പറയില്ല, ഇമ്പോർട്ടൻ്റ് ആയത് മാത്രം ഒന്നുകൂടെ ഓർമ്മിപ്പിക്കുകയാണ് അതിൽ ചെയ്യുന്നത്. ഓക്കെ, വീണ്ടും നമുക്ക് പുതിയൊരു ക്ലാസ്സുമായി കാണാം. നിങ്ങൾക്ക് ഈ ക്ലാസ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും പുതിയൊരു ക്ലാസ്സുമായി വരുന്നത് വരെ ഓക്കെ, ബൈ.